ഹലോ, ഞാൻ കീർത്തി. ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് ഒന്നുമല്ല, കുറേ പേര് കൺഫ്യൂഷൻ അടിക്കുന്നതും എന്നോട് ചോദിച്ചിട്ടുള്ളതും ആയിട്ടുള്ള ഒരു കാര്യമാണ്, മിസ്സേ എങ്ങനെയാണ് എക്സാമിന് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ കുറേ ടോപ്പിക്കുകൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, പക്ഷെ ഏത് ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിന്നായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് എന്നിങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇത് ചോദിക്കാൻ മടിയുള്ളവർക്കും അറിയാത്തവർക്കും ഒക്കെ അതൊരു ഗുണമാവുമെന്ന് വിചാരിച്ചു. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, സീരിയസ് ആയിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും ആദ്യം നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് സിലബസും, രണ്ടാമത്തെ കാര്യം ഓരോ ടോപ്പിക്കിനും എത്ര വെയിറ്റേജ് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്, അല്ലെ? അപ്പം എല്ലാവരും എന്ന് വെച്ചിട്ട് വെയിറ്റേജ് നോക്കാത്തവർ സീരിയസ് ആയിട്ട് പഠിത്തത്തെ കാണുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ പോലും ചെയ്യും. പക്ഷെ ചിലര് സിലബസ് മാത്രം നോക്കും, വെയിറ്റേജ് അങ്ങനെ നോക്കില്ല, ഞാൻ എല്ലാം ഇരുന്ന് പഠിച്ചോളാം എന്നുള്ള രീതിയിൽ നോക്കും. പക്ഷെ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്തിനാണ് അറിയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലരൊക്കെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, അല്ലെ? 1 month 2 month ഒക്കെ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഏതൊക്കെ ടോപ്പിക് നല്ല രീതിയിൽ കവർ ചെയ്യണം എന്നുള്ളത് അറിയണം. എല്ലാ ടോപ്പിക്കും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യണം. എന്നാൽ പോലും ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രത്തോളം മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്കിപ്പം ചില വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് നമുക്ക് ഒട്ടും അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു ചാപ്റ്റർ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിനും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനും എത്രത്തോളം വെയിറ്റേജ് ആണ് RRB എക്സാംസിന് വരുന്നത് എന്നുള്ളത് അറിയണം. അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതെല്ലാം ഒരു അപ്രോക്സിമേഷൻ ആണ്. ഓക്കെ, ഇത്രയും വർഷം RRBയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടത് വെച്ചിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. എന്ന് വെച്ചിട്ട് ഈ വർഷവും ഇതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിനും ഇത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ എന്നൊന്നും നിർബന്ധമില്ല. എന്നാൽ പോലും നമുക്കൊരു ഐഡിയ കിട്ടാൻ, ഏതൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടാൻ ഇത് ഹെൽപ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം മാത്സ് ആണ്. ഓക്കെ, മാത്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്, അല്ലെ? അപ്പം മാത്സിൽ നിന്ന് ടോട്ടല് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 25 മാർക്സ് നമുക്ക് ഏതിൽ നിന്നാണ് വരുന്നത്? മാത്സിൽ നിന്ന് തന്നെയാണ് വരിക. അതായത് നമുക്കിപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം മാത്സിൽ നിന്ന് 20 മാർക്സ് ആണ് വരിക. ഓക്കെ, അപ്പം ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 20 to 25% വരുന്നത് ഏതെന്നാണ്? മാത്സ് എന്നാണ് വരിക. ഓക്കെ, അപ്പൊ മാത്സിലെ ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് വരുന്നത്? എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാ ഇവിടെ സിംപ്ലിഫിക്കേഷൻ എന്ന് ഒന്നല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ ഉണ്ടാവും. ആവറേജിന്ന് ചിലപ്പോൾ ഒരു ചോദ്യം പ്രതീക്ഷിച്ചാൽ മതി. പെർസെൻറ്റേജിൽ നിന്നും ഒരെണ്ണം പ്രതീക്ഷിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് എന്തായാലും ഒരെണ്ണം ഉണ്ടാവും, ചിലപ്പോൾ അത് 2 എണ്ണവും ആവാം. ടൈം ആൻഡ് വർക്കിൽ നിന്ന് 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം ചോദിക്കാറുണ്ട്. സ്പീഡ് ടൈം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരെണ്ണമെങ്കിലും എന്തായാലും ഉണ്ടാവും. ഇൻട്രസ്റ്റ്, അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അതിന്ന് ഉണ്ടാവും. റേഷ്യോ, പ്രൊപ്പോർഷൻ, ജോമെട്രി, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, ആൾജിബ്ര, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മേ ബി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, അല്ലെ? നമുക്കൊരു ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് ആൻസേഴ്സ് എഴുതാനായിട്ട് വരാറുണ്ട്. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമ്മൾ ഇതുവരെയും, ഇപ്പൊ ഞാനും കുറച്ച് കാലങ്ങളായിട്ട് എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ 3-4 എക്സാംസ് എഴുതിയ, അതായത് റെയിൽവേയുടെ തന്നെ 3-4 എക്സാംസ് എഴുതിയ പരിചയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വരുന്നത് ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രിയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജോമെട്രി ട്രിഗ്നോമെട്രി ക്ലാസ്സുകൾ എന്താണ് ചെയ്യാത്തത്, ഞങ്ങൾക്ക് ക്ലാസ് വേണമെന്ന്. ക്ലാസ് ചെയ്യാത്തതല്ല, ക്ലാസ് നമ്മൾ എന്തായാലും ചെയ്യും. പക്ഷേ കമ്പയറിംഗ് ടു അതർ ടോപ്പിക്സ് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ട്രിഗ്നോമെട്രി ആൻഡ് ജോമെട്രി ഇൻ ദ കേസ് ഓഫ് RRB എക്സാംസ്. RRB എക്സാംസിനെ വെച്ച് നോക്കുമ്പം
ട്രിഗ്നോമെട്രിയിൽ നിന്നും ജോമെട്രിയിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളത് ഏറ്റവും ബാക്കിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ഇതാ ഇവിടെ കിടക്കുന്ന ഈ കുറച്ച് ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, സ്പീഡ് ടൈം ഡിസ്റ്റൻസ് റേഷ്യോ, പ്രൊപ്പോർഷൻ ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ബാക്കി എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വീതം വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ലീസ്റ്റ് ചാൻസ് ഉള്ളത് ജോമെട്രിയും ട്രിഗ്നോമെട്രിയുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മാത്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ അത് ഏതാണ്ട് ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു അപ്രോക്സിമേഷൻ മാത്രമാണ്. ഇത് തന്നെ വരണം എന്നില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുകയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്നും കുറെ ഉണ്ട്. ഇപ്പം ആവറേജിൽ നിന്ന് തന്നെയാണെങ്കിൽ നമുക്ക് ഇത് ഓരോ കാര്യത്തിൽ നിന്നും ഇപ്പം റേഷ്യോ, പ്രൊപ്പോർഷൻ, അതുപോലെ അതിൽ നിന്ന് നമുക്ക് പാർട്ട്ണർഷിപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പൊ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നാണെങ്കിൽ നമുക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസിൽ നിന്ന് വരാം, അതുപോലെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ നിന്ന് വരാം, ട്രെയിനിൽ നിന്ന് വരാം. അങ്ങനെയാണ് ഈ 1-2 ക്വസ്റ്റ്യൻ ഒക്കെ കവർ ചെയ്ത് പോകുന്നത്. അല്ലാണ്ട് ഒരേ പാറ്റേണിലുള്ള 2 ക്വസ്റ്റ്യൻ എന്നല്ല, അതിനകത്ത് തന്നെയുള്ള സബ് ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനാണ് ചാൻസ്. ഇപ്പം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരെണ്ണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒരെണ്ണം സിമ്പിൾ ഇൻട്രസ്റ്റും ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അടുത്തത് റീസണിങ് ആണ്. ഓക്കെ, റീസണിങ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 20 to 25 ഒക്കെയാണ് വരുന്നത്. അത് RRB എക്സാംസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിയിരിക്കും. ALPക്ക് 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ 25 ആയിരിക്കാം. ഗ്രൂപ്പ് ഡിക്ക് ഒരു 20 to 25, ആ ഒരു എന്തായാലും 20 to 25, അതായത് 100 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസും 75 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ്, ആ ഒരു രീതിയിലാണ് നമുക്ക് മാത്സും റീസണിങ്ങും ഓരോ ടോപ്പിക്കുകളും ചേഞ്ച് ആയി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിപ്പോ ജനറൽ ആയിട്ട് പറയുന്നത് കൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും 20 to 25 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സീരീസ് ക്വസ്റ്റ്യൻസും, അതുപോലെ അനലിറ്റിക് റീസണിങ്, പിന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്, പിന്നെ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. സീരീസ് ക്വസ്റ്റ്യൻസ് അറിയാലേ, ABCDയുടെ പാറ്റേൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ 1 2 3യുടെ പാറ്റേൺസ് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഫിഗർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിറർ ഇമേജിന്റെ ചോദിക്കാറുണ്ട്. പിന്നെ കട്ട് ചെയ്തിട്ട് ഇപ്പം ഹോളൊക്കെ ഇട്ടിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ എവിടെയാണ് ആ ഹോള് വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് ഒരു ഫിഗർ എംബഡ് ചെയ്ത് കിടക്കുന്നത് ഏത് ഫിഗറിനകത്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് ഒരു ട്രയാങ്കിളിനകത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഫിഗർ ബേസ് ചെയ്തിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരാനുള്ളത് ഇവിടെ മാത്തമാറ്റിക്കൽ റീസണിങ് അല്ലെ, മാത്സിന്റെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെയുള്ളത് അനലിറ്റിക് റീസണിങ്. അനലിറ്റിക് റീസണിങ്ങിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഏതും ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അറേഞ്ച്മെന്റ് ആൻഡ് പാറ്റേണിൽ ചോദിക്കാറുണ്ട് നമ്മളോട്. റൗണ്ട് ടേബിളിന്റെ ചുറ്റും ഇരിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡ് റൂം ആയിട്ട് ഇരിക്കുന്നത്, ഒരു സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറേഞ്ച്മെന്റ് ആൻഡ് പാറ്റേണിൽ നിന്ന് വരാറുണ്ട്. ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിന്നുണ്ട്. ബ്ലഡ് റിലേഷൻ നമുക്കറിയാം. സിലോഗിസം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിഫിക്കേഷനിൽ നിന്ന് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അനലോഗിയിൽ നിന്നും നമുക്ക് എന്തുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അല്ലെ. പിന്നെ മെട്രിക്സ് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും മെട്രിക്സ് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറവാണ് മെട്രിക്സ്. ഓക്കെ, പിന്നെ ചാൻസ് ഉള്ളത് വെൻ ഡയഗ്രം ആണ്. വെൻ ഡയഗ്രം അറിയാലോ അല്ലെ. നമുക്ക് വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാല് വെൻ ഡയഗ്രം മാത്രമായിട്ടല്ല വരിക. വെൻ ഡയഗ്രം യൂസ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ്. എവിടെയും വരും. സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷനിൽ നിന്നും നമുക്ക് വെൻ ഡയഗ്രം ആണ്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷനിലും നമ്മൾ എന്ത് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ടാണ് അത് ആൻസർ ചെയ്യേണ്ടത്. സോ വെൻ ഡയഗ്രം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ കൂടെ മനസ്സിൽ വിചാരിക്കണം. ഓക്കെ, പിന്നെയുള്ളത് ക്യൂബ്സ് ആൻഡ് ഡൈസസ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഡാറ്റ സഫിഷ്യൻസി. അപ്പൊ ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് റീസണിങ്ങിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. ഇതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനിയുള്ളത് ജനറൽ അവയർനെസ് ആണ്. ഏറ്റവും ഫൈനൽ ടോപ്പിക് ആണ് അല്ലെ. ഫൈനൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളതാണ്. അപ്പൊ ഇതിൽ നോക്കിയതാ ഏറ്റവും കൂടുതൽ വരിക സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി.
ഈ 3 ടോപ്പിക്കിൽ നിന്നും 19 തൊട്ട് 20 ക്വസ്റ്റ്യൻസ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന്. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായില്ലേ. പിന്നെ വരാൻ ചാൻസ് ഉള്ള 2-3 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, പിന്നെയുള്ള 3 ഒരേ പാറ്റേൺ തന്നെയാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സിൽ നിന്നും സെയിം ടൈപ്പിൽ തന്നെയാണ് വരാൻ ചാൻസ്. ഇതിന്റെ കൂടെ ഒരു എക്കണോമിക്സ് കൂടെ ഉണ്ട്, അതിനും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് വരാറ്. ഓക്കെ, എക്കണോമിക്സിലും ഇത്രയും ഇതിൽ തന്നെയാണ് വരിക. ചിലപ്പം എക്കണോമിക്സും പൊളിറ്റിക്സും കൂടെ കമ്പൈൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്കണോമിക്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പൊളിറ്റിക്സിൽ നിന്നും കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ നമുക്ക് അത് കറണ്ട് അഫയേഴ്സുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ആർട്ട് ആൻഡ് കൾച്ചറും സ്റ്റാറ്റിക് GK ഒക്കെ കറണ്ട് അഫയേഴ്സിനകത്ത് പെട്ടുപോകും. കാരണം ഇപ്പോഴത്തെ കറന്റ്ലി നടക്കുന്ന ആർട്ട് ആൻഡ് കൾച്ചറിനെ ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, അപ്പോൾ അതുപോലെ സ്റ്റാറ്റിക് GK ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് അത് രണ്ടും എന്തുമായി റിലേറ്റ് ചെയ്ത് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിനകത്ത് കൂടെ ആ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് നമ്മുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വെയിറ്റേജ് നോക്കി പഠിക്കുമ്പോൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കിപ്പോ ഇതിനകത്ത് റീസണിങ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ മാത്സ് ആണെങ്കിലും അതുപോലെ സയൻസ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട 2 ടോപ്പിക്കാണ് മാത്സും സയൻസും എന്ന് പറയുന്നത്. അത് എന്താണ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇപ്പൊ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ റാങ്ക് നിശ്ചയിക്കാൻ പറ്റുന്ന, ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുന്ന 2 ടോപ്പിക്കാണ് മാത്സും സയൻസും എന്ന് പറയുന്നത്. ഇപ്പൊ റീസണിങ് നമ്മൾ ഡെയിലി ഒരു റീസണിങ്ങിന് ഞാൻ പറയുകയാണെങ്കിൽ ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഫോർ റീസണിങ്, 20 അല്ല, ഓക്കെ പോട്ടെ, ഒരു 30 മിനിറ്റ്സ് ഡെയിലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ റീസണിങ് നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഡെയിലി ഹാഫ് ആൻ അവർ ടൈം എടുത്ത് 10 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ തന്നെ റീസണിങ് സുഖമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മാത്സും സയൻസും അങ്ങനെയല്ല, നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രമേ മാത്സും സയൻസും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഏതാണ്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടാവുക. അപ്പൊ ഈ പാറ്റേൺ സിലബസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തത് RRBയുടെ സിലബസ് ആയിരുന്നു. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കിട്ടും. അപ്പൊ അതിനനുസരിച്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് പുറകെ പഠിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ച് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വരിക. അപ്പൊ എന്നത്തെയും പോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.